പ്രിയമുള്ളവരെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും, പ്രത്യേകിച്ചും കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടുവെങ്കിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മിക്ക പഞ്ചായത്തുകളും പിടിച്ചെടുത്തുവെങ്കിലും ആ പ്രകടനത്തിനിടയിലും കോൺഗ്രസിന് അപ്രാപ്യം എന്ന് തോന്നിയ ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര. പ്രത്യേകിച്ചും കൊട്ടാരക്കര കഴിഞ്ഞ 3-4 ടേമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിൽ അവിടെ കോൺഗ്രസിന് അത്ര സുഖപ്രദമായ ഒരു റിസൾട്ട് അല്ലായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കിട്ടിയത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഐഷ പോറ്റി കോൺഗ്രസിൽ വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അത് കോൺഗ്രസിന് അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് നേടിക്കൊടുക്കുമെന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഐഷ പോറ്റി എന്ന വ്യക്തിത്വത്തിൻ്റെ ആ മണ്ഡലത്തിലെ ഒരു സ്വാധീനം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, അത് പഴയ റിസൾട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് ഐഷ പോറ്റി എന്ന് വ്യക്തമാകുന്നു. നേരത്തെ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നതാണ്. മാത്രമല്ല ബാലകൃഷ്ണ പിള്ളയെ, യു ഡി എഫിൻ്റെ തലമുതിർന്ന നേതാവായ ബാലകൃഷ്ണ പിള്ളയെ 2006 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ അവിടെ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 11,000 വോട്ടുകൾക്കായിരുന്നു ആദ്യത്തെ ഇലക്ഷനിൽ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐഷ പോറ്റി നിയമസഭയിൽ എത്തുന്നതെങ്കിൽ അടുത്തു വരുന്ന ഓരോ നിയമസഭാ ഇലക്ഷനിലും അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. 2011 ഐഷ പോറ്റി എൻ മുരളി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തുന്നത് 20,592 വോട്ടുകൾക്കാണ്. അത് 2016 എത്തുമ്പോൾ 2011 ഒരു പ്രത്യേകത, അന്ന് കേരള കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചത് യു ഡി എഫിന് വേണ്ടി. 2016 കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുക്കുമ്പോൾ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 42,632 വോട്ടുകൾക്ക് ഐഷ പോറ്റി അവിടെ നവീൻ സത്യനെ പരാജയപ്പെടുത്തുന്നുണ്ട്. 2016 ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുക്കാതെ 2021 അവിടെ KN ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം ആർ രശ്മിയോട് 10,814 വോട്ടായി കുറയുന്നു. അതായത് ഏകദേശം 30,000-ൽ പരം വോട്ടുകൾ ഐഷ പോറ്റി ഇല്ലാതെ വരുമ്പോൾ അവിടെ CPM കുറയുന്നുണ്ട്. ബാലഗോപാലിന് 10,814 വോട്ടുകളായി ഭൂരിപക്ഷം കുറയുന്നുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഐഷ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഐഷ പോറ്റി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ LDFന് വലിയ മെജോറിറ്റി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി ഇപ്പോൾ യു ഡി എഫിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ UDF സ്ഥാനാർത്ഥിയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ 10,814 വോട്ടുകൾ KN ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം മറികടക്കുവാൻ ഐഷ പോറ്റിയുടെ ജനകീയതയ്ക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര മണ്ഡലം ഈ പ്രാവശ്യം UDFന് അനുകൂലമായി വരും എന്ന് തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ നിയമസഭാ ഇലക്ഷനിൽ, അതായത് വരുന്ന ആസന്നമായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളും മാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ മണ്ഡലം നിലനിർത്തുവാൻ കഴിയും, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്ന വ്യക്തമായ മാസ്റ്റർ പ്ലാനും ഹോംവർക്കും ഗെയിം പ്ലാനും ഒക്കെ ചെയ്യുന്നുണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ കൊട്ടാരക്കര മുൻ MLA, CPMുമായിട്ട് ഉടക്കി നിന്ന മുൻ MLA ഐഷ പോറ്റിയെ UDFൽ കൊണ്ടുവന്നതോടുകൂടി വ്യക്തമാകുന്നത്. നമ്മൾ മറ്റൊരു മണ്ഡലം എടുത്താൽ വാമനാപുരത്തും ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. വാമനാപുരത്ത് ഒരു റിസൾട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 തിരഞ്ഞെടുപ്പുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് CPM നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒരു സീറ്റാണ്. 100% സ്ട്രൈക്ക് റേറ്റ് വാമനാപുരത്ത് CPMനുണ്ട്. വേറെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നറിയില്ല. 100% സ്ട്രൈക്ക് റേറ്റുള്ള വാമനപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് മിക്കപ്പോഴും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്യുമെങ്കിലും UDFന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. 2016 അവിടുത്തെ ഭൂരിപക്ഷം 9,596 വോട്ടായിരുന്നു. 2011 അവിടുത്തെ ഭൂരിപക്ഷം കോലിക്കോട് കൃഷ്ണൻ നായർ മോഹനചന്ദ്രനെ പരാജയപ്പെടുത്തുന്നത് വെറും 2,026 വോട്ടുകൾക്കാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2011 മോഹനചന്ദ്രൻ 2,026 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം ആ മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി ക്യാൻസർ രോഗമൊക്കെ പിടിപെട്ട് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അല്ലെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് 2016 ഇലക്ഷനിൽ തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുമായിരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ ഈ 9 തിരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ ഒരു
ആവറേജ് എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നേരത്തെ JSS 2 പ്രാവശ്യം ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. CK സീതാറാവും ഒപ്പം ഷൈനുമൊക്കെ അവരൊക്കെ മത്സരിച്ച് പരാജയപ്പെടുന്നത് ഒരു ആവറേജ് വോട്ടുകൾ എടുക്കുകയാണെങ്കിൽ വെറും 2000 വോട്ടുകളുടെ ഒരു വ്യത്യാസത്തിലാണ് UDF അവിടെ പരാജയപ്പെടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് UDF അപ്രാപ്യമായ ഒരു മണ്ഡലമല്ല അത്. പക്ഷേ റിസൾട്ടുകൾ ഒരിക്കലും കോൺഗ്രസിന് അനുകൂലമായി വന്നിട്ടില്ല. 9 തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി UDF ഒന്നുകിൽ JSS 2 പ്രാവശ്യം JSS മത്സരിച്ചിട്ടുണ്ട്. JSS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. ഇതിപ്പോൾ അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഗൗരിയമ്മയുടെ പാർട്ടി ഇപ്പോൾ ഇല്ല. കോൺഗ്രസ് തന്നെയായിരിക്കും എന്തായാലും അവിടെ മത്സരിക്കുക എന്ന് വ്യക്തമാകണം. മാത്രമല്ല അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് പാലോട് രവിയാണ്, മുൻ DCC പ്രസിഡന്റ്, ഒപ്പം നെടുമങ്ങാട് നിന്നുള്ള മുൻ MLA. അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പാങ്ങോട് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിലാണ് വരുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. അതായത് ഈ വാമനപുരത്ത് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അതായത് കോലിക്കോട് കൃഷ്ണനാരാണ്, നെടുമങ്ങാട് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി പാലോട് രവിയാണ്. ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ്. ഇവർ രണ്ടുപേരും ബന്ധുക്കളും 2 പാർട്ടിയിലുള്ള ആളുകളുമാണ്. പക്ഷേ ഇവർക്ക് കുടുംബപരമായ കുറേ വോട്ടുകൾ 2 മണ്ഡലത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുമെന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നൊക്കെ തിരുവനന്തപുരത്തുകാർ പറയാറുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനിലേക്ക് പാലോട് രവി ഈ വാമനപുരം മണ്ഡലത്തിലേക്ക് നെടുമങ്ങാട് നിന്ന് വരുമ്പോൾ ആ വോട്ടുകളൊക്കെയും ക്രോഡീകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കോലിക്കോട് കൃഷ്ണൻ നായർ മത്സരരംഗത്തില്ല, അദ്ദേഹം അവശനാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളുടെയൊക്കെ ബലത്തിൽ പാലോട് രവി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആകെയുള്ള 9 പഞ്ചായത്തുകൾ എടുത്താലും അവിടെ LDF 5 പഞ്ചായത്തുകളുണ്ട്, UDF 3 പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്ത് ഏകദേശം സമാസമമാണ്. പക്ഷേ ആ പഞ്ചായത്തുകളിലൊക്കെയും റിസൾട്ട് എടുത്ത് നോക്കിയാൽ സീറ്റുകളിലൊന്നും വലിയ അന്തരമില്ല 2 പാർട്ടികളും തമ്മിൽ. ഏകദേശം നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് മിക്ക പഞ്ചായത്തുകളിലുമൊക്കെ സീറ്റ് വരുന്നത്. ആനാട് പഞ്ചായത്തിൽ LDF 11, UDF 6, BJP 2 എന്ന രീതിയിലാണ്. കല്ലറ പഞ്ചായത്തിൽ LDF 3, UDF 11, BJP 4 എന്ന രീതിയിലാണ്. നന്ദിയോട് പഞ്ചായത്ത് LDF 9, UDF 7, BJP 2 എന്ന സ്ഥിതിയിലാണ്. നെല്ലനാട് LDF 10, UDF 8, BJP 0. പനവൂർ LDF 9, UDF 4, BJP 0. പാങ്ങോട് LDF 7, UDF 6, BJP 2. പെരിങ്ങമല LDF 7, UDF 12, BJP 0. പുല്ലമ്പാറ LDF 7, UDF 7 എന്ന രീതിയിലാണ്. വാമനപുരം LDF 8, UDF 6 അങ്ങനെയൊക്കെയാണ്. അതായത് വലിയ വ്യത്യാസങ്ങളൊന്നും 2 പാർട്ടികളും തമ്മിൽ വരുന്നില്ല. മിക്ക പഞ്ചായത്തുകളും 7-7, 8-6, 7-6, 10-8 അങ്ങനെ ഒക്കെ രീതിയിലാണ്. നന്ദിയോട് വരുമ്പോൾ 9-7 എന്നൊക്കെയാണ് ഓരോ പഞ്ചായത്തുകളിലും ഈ മണ്ഡലത്തിൽ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ റിസൾട്ടുകൾ വരുന്നത്. അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡി സെഗ്മെൻറ്റുകളുടെയൊക്കെ ഒരു പഠനം നമ്മൾ റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇരു മുന്നണികൾക്കും സാധ്യതയുണ്ട്. പക്ഷേ ഒരുപക്ഷേ പാലോട് രവിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ വരുന്നതുകൂടി UDF കൂടുതൽ അനുകൂലമാകും. മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ പറഞ്ഞു കേൾക്കുന്നത് സുധീർ ഷാ പാലോടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വളരെ നല്ല മീൻസ് വളരെ വിഷമകരമായ ഒരു ചുറ്റുപാടിൽ നിന്ന്, സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വളരെ ആകർഷകമായ വിജയം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ നേടിയ ഒരു വ്യക്തിത്വമാണ് സുധീർ ഷാ പാലോട്. അദ്ദേഹത്തിൻ്റെ പേരും ഈ പറഞ്ഞു കേൾക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹമായാണെങ്കിലും പാലോട് രവിയാണെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യത UDF എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.